1995 സെപ്റ്റംബർ 7 വൈകുന്നേരം നടന്ന സംഭവമാണ്. അവൻ്റെ സൈക്കിളാണ്, അവൻ്റെ സ്വന്തം സൈക്കിളാണ്. ഈ സൈക്കിൾ കറങ്ങിയെടുക്കുക എന്നുള്ള അവൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് കുറേ ലെറ്ററുകൾ വന്നിട്ടുണ്ട്. ഇയാളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, കോനാരി സലി. ഈ കോനാരി സലിയെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഈ കാണാതായ ദിവസം ഇവൻ വൈകുന്നേരം അവിടെ വന്നു. അതിൻ്റെ മുൾഭാഗം മുഴുവനും പുല്ലും മരങ്ങളും പിന്നെ കൈത ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ആ രൂപത്തിൽ ചോദിച്ചു വന്നപ്പോൾ നമ്മുടെ മഹാദേവൻ തിരോധാനം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. 19 വർഷത്തിന് ശേഷം ഈ കേസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ നിർഭാഗ്യവശാൽ ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു, ഈ കുട്ടിയുടെ അമ്മ മരിച്ചു. മറ്റവർക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞു? ഒരാൾക്കും ജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ JCB കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കും. അപൂർവമായ അന്വേഷണ ഉദ്യോഗസ്ഥന് അനുഭവം തരുന്ന ഒരു കേസാണ്. വർഷങ്ങൾ പഴക്കമുള്ള പല തിരോധാനങ്ങളും ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് ഒരു വലിയ ദുരന്തത്തിലായിരിക്കും. അത്തരത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു തിരോധാന കേസ് അന്വേഷിക്കുമ്പോൾ പോലീസും അതിനോടനുബന്ധിച്ച് മറ്റ് സംവിധാനങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരുപാട് സത്യങ്ങൾ. അത്തരമൊരു തിരോധാന കേസും അതിൻ്റെ അന്വേഷണവും നമ്മോട് വിവരിക്കുകയാണ് മുൻ എറണാകുളം റൂറൽ അഡീഷണൽ SP ആയിട്ട് വിരമിച്ച VK രാജു സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഇത്തരത്തിൽ പല തിരോധാന കേസുകളും ഏറ്റവും ഒടുവിൽ പല പോലീസ് അന്വേഷിക്കും, ലോക്കൽ പോലീസ് അന്വേഷിക്കും, അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും, മറ്റ് ഏജൻസികളൊക്കെ അന്വേഷിച്ചിട്ടും ഒരുപക്ഷേ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അത് പുറം ലോകത്ത് വെളിപ്പെടുക. എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസാനമെന്ന്. അത്തരത്തിൽ ക്രൈംബ്രാഞ്ചിലായിരിക്കുമ്പോൾ സാർ അന്വേഷിച്ചൊരു കേസുണ്ട്. അതെ, ഞാൻ ക്രൈംബ്രാഞ്ചിലുള്ള സമയം 2012 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടത്തിൽ കുറേ ഇതുപോലെ തന്നെ പഴക്കം ചെന്ന കേസുകൾ അന്വേഷിക്കാനും തെളിയിക്കാനുമുള്ളൊരു ഭാഗ്യവും അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്താണ് എറണാകുളം ക്രൈംബ്രാഞ്ചിൽ ഒരു മഹാദേവൻ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും അവസരം ലഭിച്ചു. ശരിക്കും ആ കേസ് 1995 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മധുമൂല എന്ന സ്ഥലത്തുനിന്ന് ഒരു 13 വയസ്സുള്ള ഒരു ബാലൻ, മഹാദേവൻ എന്ന പേരുള്ളൊരു ബാലൻ്റെ മിസ്സിംഗ് ആണ്. അതൊരു മിസ്സിംഗ് കേസായിരുന്നു. ആ കേസ് 1 വർഷം ലോക്കൽ പോലീസ് അന്വേഷണം നടത്തി. അതിനുശേഷം യാതൊരു ക്ലൂ കിട്ടാതെ വന്നതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിന് ആ കേസ് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് 96 മുതൽ 2002 വരെ ആ കേസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു ക്ലൂവും കിട്ടാതെ അവരത് ആ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, CBIക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി അത് ക്രൈംബ്രാഞ്ച് SP മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഓർഡറാക്കി. അങ്ങനെ 2005 മുതൽ ഈ കേസ് എറണാകുളം ക്രൈംബ്രാഞ്ച് HHW2 ഇതിങ്ങനെ അന്വേഷിച്ച് വരികയാണ്. അങ്ങനെ അന്വേഷിച്ച് വരുന്ന സമയത്താണ് ഞാനും 2012 ആ യൂണിറ്റിൽ എത്തിച്ചേരുകയും ആ സമയത്ത് ഈ കേസ് അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ യൂണിറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ കേസുകൾ എനിക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. റോസ്ലി മർഡർ, അയ്യപ്പൻ മർഡർ, അതുപോലെ തന്നെ ഈ സത്യൻ മർഡർ, ഇങ്ങനെയുള്ള കേസുകൾ ഒക്കെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ SP എന്നോടുകൂടി ഈ ടീമിൻ്റെ കൂടെ ഭാഗമാകാൻ പറഞ്ഞു. ആ കേസുകളൊക്കെ ഒന്ന് പഠിക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോഷി എബ്രഹാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ടീമിൻ്റെ കൂടെ ചേർന്നു എന്നുള്ളതാണ്. ആ കേസ് അന്വേഷിച്ചിട്ടിരുന്നത് ഒരു സബ് ഇൻസ്പെക്ടറായിട്ടുള്ളൊരു ജോബായിരുന്നു. ജോബിൻ്റെ കൂടെ ഒരു അഗസ്റ്റിൻ, പിന്നെ ഒരു സജി ജോൺ, ഇങ്ങനെ ഇവരായിരുന്നു ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടിരുന്നത്. അപ്പോൾ ആ കേസ് അവരോട് നമ്മൾ കേസ് ഡിസ്കസ് ചെയ്യും. ഞങ്ങളുടെ മറ്റ് കേസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കേസ് ഡിസ്കസ് ചെയ്യുകയും ഈ സ്ഥലത്ത് പോയിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഈ കേസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് കുറേ ലെറ്ററുകൾ വന്നിട്ടുണ്ട്. ഈ കുട്ടി എഴുതുന്ന തരത്തിൽ ഞാനിപ്പോൾ മദ്രാസിലുണ്ട്, ഞാൻ കോയമ്പത്തൂരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ലെറ്ററുകൾ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ആ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസിന് ആ വിവരം കിട്ടും. പോലീസ് അന്വേഷിക്കും. പോലീസ് അന്വേഷിക്കുന്നത് പിന്നെ ആ വഴിയാണ്. ലെറ്റർ വന്ന സ്ഥലം അത് എവിടെ നിന്നാണ് അയച്ചത്, ഉടനെ അവിടെ പോകുന്നു, ആ പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനൊരു കുട്ടി, അന്ന് CCTV ഒന്നുമില്ലല്ലോ, ഇപ്പോൾ ഉള്ള പോലെ ഒന്നുമില്ല.
അങ്ങനെ പോലീസ് ഇങ്ങനെ അന്വേഷണം ഇങ്ങനെ മാറി 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 പിന്നെ മദ്രാസിലും കോയമ്പത്തൂരും അങ്ങനെ പല പല ഈറോഡും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് ഇങ്ങനെ പോലീസ് കാട് കയറി നടക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ഇതിൻ്റെ ഒരു അന്വേഷണം ഈ ഒരു ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ എവിടുന്നാണോ ഈ കുട്ടി മിസ്സായത് ആ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഈ ഫയലൊക്കെ എല്ലാവരും കൂടിയൊക്കെ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ വർഷം 2013 ഞങ്ങളത് നോക്കുമ്പോൾ 2013 95 കഴിഞ്ഞിട്ട് 2013. അപ്പോഴും നമ്മൾ അന്വേഷിച്ചിട്ടിരിക്കുക. കോടതിക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണം. കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിക്കുന്നൊരു കേസല്ലേ. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തിൽ കുറവൊന്നുമില്ല. ഈ 18 വർഷമായിട്ട് ഈ കേസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ മാസം ഓരോ സ്ഥലത്തൊക്കെ പോകും. അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ വന്നിട്ട് CD എഴുതി അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ ഒരു 2013 ആയപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി, അവൻ്റെ സൈക്കിളാണ്, അവൻ്റെ സ്വന്തം സൈക്കിളാണ്. ഈ സൈക്കിൾ കറങ്ങിയെടുക്കുക എന്നുള്ള അവൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അവനെന്തോ ഒരു ബർത്ത്ഡേക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത സൈക്കിളാണ്. സ്കൂൾ കഴിഞ്ഞ് വന്നാൽ പുള്ളി സൈക്കിൾ എടുത്തിട്ട് ആ ഏരിയയിലൊക്കെ ചവിട്ടി നടക്കും. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നടക്കും. അന്ന് വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു. ഈ സൈക്കിൾ ചവിട്ടി വന്ന അവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്, ഉണ്ണി എന്ന പേരുള്ള ഒരാളുടെ സൈക്കിൾ വർക്ക്ഷോപ്പുണ്ട്. അവിടെ വന്നിട്ടുണ്ട് ഇയാൾ, ഈ പയ്യൻ. അവിടെ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തിയില്ല എന്നുള്ളതാണ് കേസിനാസ്പദമായ സംഭവം. അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചു, വൈകുന്നേരം വരെയൊക്കെ അന്വേഷിച്ച് കിട്ടാതെ വന്നപ്പോഴാണ് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ അന്വേഷിച്ച് ഇരിക്കുന്ന സമയത്താണ് ഈ 2013 ഈ ഏരിയ കേന്ദ്രീകരിച്ച് പോലീസ് ശക്തമായ അന്വേഷണം നടക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഈ വർക്ക്ഷോപ്പ് ഉടമ ഈ പയ്യൻ്റെ തിരോധാനത്തിന് ശേഷം കൂടുതൽ മദ്യപാനിയായി മാറിയിട്ടുണ്ടെന്നും കടകൾ എപ്പോഴും തുറക്കില്ലെന്നും ഇയാളുടെ കട എപ്പോഴും തുറക്കാറില്ലെന്നും ചിലപ്പോഴൊക്കെ അടഞ്ഞു കിടക്കുന്നു എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതുകൂടാതെ ഇയാളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, കോനാരി സലി എന്നും പറഞ്ഞൊരാൾ. ഈ വർക്ക്ഷോപ്പ് ഉടമയുടെ സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്താണ് സലി. ഈ സലിയെ അതിനുശേഷം ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ കാണാനില്ലെന്നും ഉള്ളൊരു ഇൻഫർമേഷൻ. അപ്പോൾ സലിയെ കാണാനില്ലെങ്കിൽ അത് ഉണ്ണിക്കറിയണം. ഉണ്ണി അറിയാതെ സലിയെ, ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളാണ്, മദ്യപാനികളാണ്. അപ്പോൾ അവർ തമ്മിൽ അറിയാമെന്നുള്ളതാണ്. പക്ഷേ ആൾക്കാർ ഈ സലിയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയും അവൻ കുറേ ആൾക്കാരോട് കടമൊക്കെ മേടിച്ചിട്ടുണ്ട്, അവൻ നാട് വിട്ട് എവിടെ പോയാന്ന് ഇയാൾ വളരെ നിസ്സാരമായിട്ട് അതിന് മറുപടി പറയും. അപ്പോൾ ആൾക്കാരതൊക്കെ വിശ്വസിച്ചു. ഇവൻ കടം മേടിച്ചിട്ടുണ്ട്, ഇവൻ ആരോടൊക്കെയോ കുറച്ച് പൈസയൊക്കെ ഇവൻ കടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ തരത്തിലൊക്കെ ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നത്. 1998 ശേഷം സലിയെ ആരും കണ്ടിട്ടില്ല. ഈ കോനാരി സലിയെ ആരും കണ്ടിട്ടില്ല. 95 ഈ കുട്ടിയുടെ തിരോധാനം, 98 ഇവനെ പിന്നെ അതിന് ശേഷം ആരും കണ്ടിട്ടില്ല. ഇവനെ അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്ന ആരാണ്? ഈ ഉണ്ണിയാണ് പറയുന്നത്, അല്ല വേറെ ആരും കണ്ടിട്ടില്ല. 98 വരെയൊക്കെ കണ്ടവരുണ്ട്. അപ്പോൾ അത് അവിടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് ഇയാളെ കാണാനില്ലെങ്കിൽ ഇയാളെക്കുറിച്ച് അധികം പറയാൻ കഴിവുള്ള ആരാണ്? ഈ ഉണ്ണി മാത്രമേ ഉള്ളൂ. ഉണ്ണിയാണ് അയാളുടെ ആത്മസുഹൃത്ത്. അങ്ങനെ ഉണ്ണിയെ മഹാദേവൻ്റെത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഉണ്ണിയെ. അപ്പോൾ പറഞ്ഞു ഇവിടെ വന്നിരുന്നു, ഇവിടുന്ന് പോയി, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം പോലീസ് വിശ്വസിച്ചു. സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇയാളെ കാണാത്ത കാര്യത്തിന് ഇയാളോട് ചോദിക്കുകയാണ് പോയി, ഈ സലി എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ സലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് എന്താ, ഇങ്ങനെ സലി ഇങ്ങനെ കടമൊക്കെ മേടിച്ചിട്ടുണ്ട്, അവൻ എവിടെയോ പോയി താമസിക്കുകയാണ്, കോണ്ടാക്റ്റ് ഒന്നുമില്ല. അന്ന് ഫോണും ഇങ്ങനെ ലാൻഡ് ഫോണല്ലേ, ഇപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല, ഞാനും കുറേ ആയി കണ്ടിട്ടെന്ന് പറയും. അപ്പോൾ ഈ നാട്ടുകാർ പറഞ്ഞൊരു കാര്യം, സലിയെ കണ്ടില്ല എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ഈ ഉണ്ണിയാണ്, അവനെ അറിയാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു അഡമൻ്റ് സ്റ്റാൻഡാണ് നാട്ടുകാരെടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ചോദ്യം ചെയ്യാമെന്നങ്ങ് തീരുമാനിക്കുകയാണ്. ഇവനെ കൊണ്ടുവന്നിട്ട് അന്ന് നമ്മുടെ ഓഫീസ് തൃപ്പൂണിത്തറയ്ക്ക് മാറി, എറണാകുളത്ത് ആയിരുന്നു, അവിടുന്ന് തൃപ്പൂണിത്തറയ്ക്ക് ഓഫീസ് മാറി, പുതിയ ഓഫീസ്. അങ്ങനെ ഇവനെ ഒരു ദിവസം ജോബും ടീമും കൊണ്ടുവരികയാണ്. കൂട്ടി കൊണ്ടുവന്നിട്ട് ഇവനെ അങ്ങ് ചോദ്യം ചെയ്യുക. അവനെ അവർ രാത്രിയും പകലും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ ഇവനെ അവരോട് ഒരു കാര്യം പറയുകയാണ്, കോനാരി സിരിയെ ഞാൻ കൊന്നു, കോനാരി സിരിയെ ഞാൻ കൊന്നു. നീ എന്തിനാ കോനാരി സിരിയെ കൊന്നത്? അവനെ കൊണ്ട് ശല്യമായി. അവനെന്നും എന്നോട് കാശ് ചോദിക്കും, അവനെന്നും വെള്ളം അടിക്കണം, അതിന് ഞാൻ കാശ് കൊടുക്കണം, അവനൊരു ജോലിക്കും പോകില്ല, എനിക്ക് ശല്യമായി, അവനെന്നെ പേടിപ്പിക്കലായി. അപ്പോൾ നിന്നെ എന്താ പേടിപ്പിക്കുന്നത്? എന്തിനാണ് നിന്നെ പേടിപ്പിക്കുന്നത്? നീ എന്തിനാ കാശ് കൊടുക്കുന്നത്? കാശില്ലെങ്കിൽ നിൻ്റെ ഈ കാശില്ല, വെള്ളം അടിക്കാൻ കാശില്ല, നീ കൊടുക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ അടുത്ത് എന്തിനാണ് ഇവനിങ്ങനെ കാശ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ രൂപത്തിൽ ചോദിച്ചു വന്നപ്പോൾ നമ്മുടെ മഹാദേവൻ തിരോധാനം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ മഹാദേവൻ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു, സ്വർണ്ണമാല. ഒരു 1.25 പവൻ്റെ ഒരു മാല. ഇതും ഈ അച്ഛൻ കുട്ടിയുടെ ബർത്ത്ഡേ സമയത്ത് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. വേറൊരു വർഷത്തെ ബർത്ത്ഡേ 3 സഹോദരിമാർക്കൊരു ആങ്ങളെയാണ്. അച്ഛനമ്മ 4 കുട്ടികൾ, അതിൽ 3 പേരും പെൺകുട്ടികൾ. ഇവനെ ഇങ്ങനെ ഓമനിച്ച് വളർത്തുന്നതാണ്. ഇവരുടെ ഈ 3 പേരുടെയും പ്രതീക്ഷയും സ്നേഹവും എല്ലാം ഏറ്റ് ജീവിക്കുന്നൊരു പയ്യനാണ് ഈ മഹാദേവൻ. ഇവൻ്റെ കഴുത്തിലുള്ള മാല ഇയാൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്. ആർക്ക്? ഈ വർക്ക്ഷോപ്പുകാരൻ. അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നിട്ടാണ് ഇവൻ കാറ്റ് അടിക്കുകയും വണ്ടിക്ക് അവൻ്റെ സൈക്കിളിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത് അവിടെ വന്നിട്ടാണ്. അങ്ങനെ ഈ കാണാതായ ദിവസം ഇവൻ വൈകുന്നേരം അവിടെ വന്നു. വൈകുന്നേരം വന്ന് അന്ന് ഇയാൾ മാല പൊട്ടിക്കുകയാണ്. ഈ മാല പൊട്ടിച്ചു, ഉള്ളിൽ വെച്ചിട്ട് മാല പൊട്ടിച്ചു. അപ്പോൾ ആ കുട്ടി ബഹളം ഉണ്ടാക്കി. ആ സമയത്ത് മുഖത്ത് 2 കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുന്നു. 1-2 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടി താഴെ വീഴുന്നു. കുട്ടി ബോധമില്ലാതെ കിടക്കും. ഈ കുട്ടിയെ ഇനി എന്ത് ചെയ്യണം എന്ന് കരുതി അവിടെ ഇരുന്ന് ചാക്കിൻ്റെ അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് സലി അവിടെ വരുന്നു. കോനാർസലി വരുന്നു. കോനാർസലി വന്ന് വേറെ ഒന്നിനുമല്ല, മദ്യപിക്കാൻ വേണ്ടി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവരും മദ്യപിക്കും. ഈ സീൻ കോനാർസലി കാണുകയാണ്. അപ്പോൾ ഇവൻ കോനാർസലിയോട് പറഞ്ഞു, ആരോടും പറയരുത്, ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കോനാർസലിയെടുത്ത് ഇവനിത് ഇപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ അയാളോട് പറയുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല, ഇത് നമുക്ക് മറവ് ചെയ്യാം, എത്രയും പെട്ടെന്ന് മറവ് ചെയ്യാം, ഇവിടെ കിടക്കുന്ന അപകടമാണെന്ന് പറയും. ഇവർ സൈഡിലെ റൂമിലേക്ക് മാറ്റി ഇത് ചാക്കിലാക്കി. പിന്നെ എന്താ ചെയ്തത്? ഇതിവിടെ നിന്ന് കൊണ്ടുപോകണമല്ലോ, അവിടെ ഇരുന്നാലും അപകടമാണ്. വൈകുന്നേരം 4-4:30 മണിയായിട്ടുണ്ട്. ഇത് തലയിൽ ചുമന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഇത് എവിടെ കളയണം എന്നൊക്കെ പ്ലാൻ ചെയ്യണം. അങ്ങനെ ഈ ഉണ്ണിയുടെ ഒരു അളിയനുണ്ട്, പ്രമോദ്, അവനെ വിളിച്ചു പോയി. ഇയാൾ പോയിട്ട് സലി പോയിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുപോകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളം അടിക്കുന്നത്. അപ്പോൾ അവൻ വന്നു. ഇവർ 3 പേരും കൂടി അവിടെ വന്നിട്ട് ഈ ഓട്ടോറിക്ഷയിൽ ഈ ചാക്ക് കയറ്റിയിട്ട് ഇവർ നേരെ അവിടെ മറിയപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇരുട്ടാകാൻ വേണ്ടി പ്രമോദിൻ്റെ വീടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും. ഇവർ കട അടച്ചു. വൈകുന്നേരമായപ്പോൾ ഇവൻ കട അടക്കുന്ന സമയത്ത് കട അടച്ചിട്ട് വൈകുന്നേരം ഈ സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്ത് രാത്രിയായ സമയത്ത് അവിടെ ഒരു പാറക്കുളമുണ്ട്. ഒരു 10-15 സെൻറ്റ് സ്ഥലത്ത് പണ്ട് പാറ പൊട്ടിച്ച കുളം, വലിയ കുളമാണ്. അതിൽ ഒരു 10-60 വർഷമായിട്ട് ആൾക്കാരും ഇറങ്ങില്ല. എന്നാൽ ഇങ്ങനെ ഒരു കറങ്ങാനൊരു വഴിയൊക്കെ ഉണ്ട്. ഒരു 100 അടി താഴ്ചയുണ്ട്, വലിയ കുളമാണ്. അത് നിറച്ചും വെള്ളമാണ്. നിറച്ചും വെള്ളം. നമ്മളിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൺഫെഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി കാണുമ്പോൾ അതിൻ്റെ മുൾഭാഗം മുഴുവനും പുല്ലും മരങ്ങളും പിന്നെ കൈത ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു കുളമുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത് വന്ന് നോക്കണം.
അങ്ങനത്തെ ഒരു 10-60 വർഷമായിട്ട് ആരും ഉപയോഗിക്കാത്ത സ്ഥലം പാറക്കുളം. അതിന് ഇത് ഇറങ്ങാനൊരു സ്ഥലത്ത് ഒരു മീറ്റർ ഗ്യാപ്പിൽ അവിടെ പുല്ലോ ഒന്നുമില്ല. ഇവർ അന്ന് രാത്രി ഈ സ്ഥലത്ത് വന്ന് ഈ ചാക്ക് കെട്ട് അതിലേക്ക് കൊണ്ടുവച്ചിട്ട് ചവിട്ടി താഴ്ത്തുകയാണ്. ആ ചവിട്ടി താഴ്ത്തുന്ന സാധനം അതങ്ങനെ അടിയിലോട്ട് ഈ 100-100 അടി താഴ്ചയില്ലേ, അതങ്ങനെ അടിയിലോട്ട് പോയി. അതിന് അവിടെ പൊങ്ങി വന്നാലും ഒരിക്കലും പുറത്തേക്ക് വരില്ല. ഈ ഭാഗത്ത് വന്നെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഇതങ്ങ് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നേരെ താഴത്തോട്ട് ഇതങ്ങനെ അങ്ങ് പോയി. അത് ഈ 1995 സെപ്റ്റംബർ 7-ാം തീയതി വൈകുന്നേരം നടന്ന സംഭവമാണ്. അതിനുശേഷം ഇവർ അവിടെ നിന്നൊരു കുപ്പിയൊക്കെ വാങ്ങിച്ച് ഇവർ കഴിച്ചിട്ടിരിക്കുമ്പോൾ ഒരു പരസ്പരം പ്രതിജ്ഞ ചെയ്തു, ആരോടും പറയാൻ പാടില്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ നമ്മൾ 3 പേരും കേസിൽ പെടും, ആരോടും പറയരുതെന്ന് പരസ്പരം അവരങ്ങ് തീരുമാനിച്ചു. അവർ പറയില്ലാന്ന് തീരുമാനിച്ചു. 2 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന് വെള്ളം അടിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഇവനെ ഒന്ന് പേടിപ്പിക്കും. സലി എനിക്ക് കാശ് വേണം, അല്ലെങ്കിൽ ഞാൻ മറ്റേ കാര്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രമോദും ഉണ്ട്. പ്രമോദും അതിനകത്ത് സ്വാഭാവികമായിട്ടും കൂട്ടുപ്രതി ആയല്ലോ. പ്രമോദ് ശല്യം ചെയ്യില്ല. പക്ഷേ പ്രമോദിനോട് ഇവൻ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇവൻ വന്ന് ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ ശല്യം സഹിക്ക വയ്യാതെ 98 ഒരു ദിവസം അവന് മദ്യത്തിൽ വിഷം കലർത്തി കൊടുക്കുകയാണ്. ആര്? ഈ ഉണ്ണി. അപ്പോൾ സലിയുടെ കഥ അവിടെ അവസാനിപ്പിച്ചു, സലീനെ അവസാനിപ്പിച്ചു. എന്നിട്ട് പ്രമോദും ഈ ഉണ്ണിയും കൂടി ഇതേ കുളത്തിൽ കൊണ്ടുപോയിട്ട് അവനെ താഴ്ത്തുക. ഇപ്പം നമുക്ക് എങ്ങനെയാണ് കൺഫഷൻ തരുന്നത്? സലിയെയും മറ്റേ കുട്ടിയെയും മഹാദേവനെയും ഞങ്ങൾ ചാക്കിലാക്കി മറിയപ്പള്ളിയിലുള്ള പാറക്കുളത്തിൽ ഇട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ മൊഴിയാണ്. പിന്നീട് നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ബോഡി കണ്ടുപിടിക്കുക എന്നുള്ള. ആ ബോഡി കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. ഇത് കണ്ടിട്ട് ഞാനും സൈമൺ സാറും ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി പിറ്റേ ദിവസം രാവിലെ ഈ കുളം കാണാൻ പോയി. കസ്റ്റഡിയിലുണ്ടല്ലോ, പിന്നെ നമുക്കിനി അറസ്റ്റ് രേഖപ്പെടുത്തണം. പ്രമോദുണ്ട്. ആദ്യം മറ്റേ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആ കേസിലേക്കൊക്കെ അവരെല്ലാം നമ്മൾ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്ത ഫസ്റ്റ് കേസിലേക്ക്. അപ്പോൾ നമ്മളവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്ഥലം പോയി കാണണം, റിക്കവറി നടത്തണം. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലം കാണാൻ ചെല്ലുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 10-15 സെൻറ്റ് സ്ഥലത്തുള്ളൊരു വലിയൊരു കുളവും അതിൻ്റെ മുകളിൽ മരം വരെയുണ്ട്. മരം, പിന്നെ ഈ കൈതകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 4 പശു അതിൻ്റെ മുകളിൽ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. താഴത്തേക്ക് പോലും പോവില്ല, അത്രയ്ക്ക് തിക്കായിട്ട് നിൽക്കുന്ന ഒരു കുളം. അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ തന്നെ ഇത് നമ്മൾ റിക്കവറി നടത്തുകയെന്ന് പറഞ്ഞാൽ ബോഡി റിക്കവറി നടത്തണമല്ലോ, ലക്ഷങ്ങൾ നമുക്ക് ചിലവ് വരും. എളുപ്പമല്ല ഒരു ബോഡി, അല്ലെങ്കിൽ ഒരു കുഴിച്ചിട്ട സാധനം നമുക്ക് എടുക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനും സാറും കൂടി അവിടെ ഇരുന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുകളായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിൻ്റെ മണ്ഡല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തെ പോയിന്ന് കാണാം. അങ്ങനെ ഞാനും സാറും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനൊക്കെ അറിയാവുന്ന സംഭവങ്ങളാണ്, ഈ തിരോധാനം ഒക്കെ അറിയാവുന്ന സംഭവങ്ങളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കാം, നിങ്ങളത് ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവരുടെ വീട്ടുകാരെയൊക്കെ സംഭവം അറിയിച്ചു. ഇതിൽ മൂത്ത പെൺകുട്ടിയുടെ ഭർത്താവുണ്ട്. അയാൾ സാമ്പത്തികമായിട്ട് നല്ല ചുറ്റുപാടാണ്. നമ്മൾ സർക്കാരിൽ നിന്ന് സഹായം കിട്ടണമെങ്കിലും ഇത് കഴിഞ്ഞ് ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്താലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആരെങ്കിലും സഹായിക്കണമല്ലോ. അപ്പോൾ ഈ മൂത്ത ഭർത്താവ് ആളെ ഏറ്റെടുത്തു. ഈ മഹാദേവൻ്റെ ചേച്ചിയുടെ ഭർത്താവുണ്ട്. 3 പെൺകുട്ടികളായിരുന്നല്ലോ. മാധവൻ്റെ ചേച്ചി അവരൊക്കെ വലിയ കുട്ടികളെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആൾ നമ്മളെ സഹായിക്കുകയാണ്. ഇവിടെ വേണ്ട, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ JCB 2 JCB, പിന്നെ ഫയർഫോഴ്സിൻ്റെ സഹായം, പിന്നെ അവിടെ മോട്ടർ, വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടർ, ഇതെല്ലാം സംഘടിപ്പിച്ച് പിറ്റേ ദിവസം ഇത് ബോഡി
കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നൊരു 4 ദിവസം എടുത്തു ഇതിൻ്റെ മുകളിലുള്ള ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ. ഈ കൈതയും ഇതെല്ലാം മാറ്റി അപ്പുറത്തിടുമ്പോൾ ഒരു കാട് പോലെയുണ്ട്. അപ്പുറത്തെ പറമ്പിൽ ഇത് നമ്മൾ കൂട്ടിയിടുമ്പോൾ ഒരു കാട് പോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയും ഇത് നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും മാഗസർ എഴുതണം. മാഗസർ എഴുതി അങ്ങനെ സ്റ്റാർട്ടിങ് ആണ്. അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഠിക്കാനുള്ളൊരു കാര്യം കൂടിയാണ്. 1-ാം ദിവസം നമ്മൾ മാഗസർ എഴുതി അങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ മാറ്റുന്നതും പിന്നെ വെള്ളം വറ്റിക്കാൻ സ്റ്റാർട്ട് ചെയ്തതും 2 മോട്ടർ, കറണ്ടിൻ്റെ മോട്ടറല്ല, മറ്റേ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആ വലിയ മോട്ടർ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിങ്ങനെ ഈ വെള്ളം അടിച്ച് നമ്മൾ അവിടെ തെങ്ങിനൊക്കെ ഇങ്ങനെ ഒഴിച്ച് ആ സമയത്ത് തന്നെ അവിടെ നമ്മൾ കംപ്ലീറ്റ് ലൈറ്റ് ഇട്ടു. രാത്രിയൊക്കെ പോലീസ് ഗാർഡൊക്കെ നിൽക്കണം. ഇങ്ങോട്ടൊരു വഴി എന്ന് പറഞ്ഞാൽ നടന്നു വരാനുള്ള വഴിയാണ്. ആ വഴിയിലൊക്കെ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ട്യൂബ് ലൈറ്റൊക്കെ ഇടിയിച്ചു. അതൊരു വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥലം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജനങ്ങളിങ്ങനെ 100 കണക്കിന് ജനങ്ങൾ ഇത് കാണാൻ വരികയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പോലീസിൻ്റെ നടപടിക്രമം നടക്കുന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഓരോ ദിവസവും ഇതിങ്ങനെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 8-10 ദിവസം എടുത്തു ഞങ്ങൾ ഇതൊക്കെ മാറ്റി വെള്ളം വറ്റിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 6 അടിയോളം ചെളിയാണ്. ബാക്കി അത്രയും പരിപാടികൾ കഴിഞ്ഞു. ഇനി ചെളിയുടെ അടിയിലേക്ക് പോകണമെങ്കിൽ മുങ്ങൽ വിദഗ്ധരുടെ സഹായം വേണം. ഇതിനടിയിൽ നിന്നല്ലേ സാധനം നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതിങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടിങ്ങനെ കുത്തനെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഷേപ്പ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ മുങ്ങൽ വിദഗ്ധരുടെ സഹായം ഒരു 10-20 പണിക്കാരെയൊക്കെ ഞങ്ങൾ കിട്ടി. അവർ വന്നു കഴിഞ്ഞിട്ട് ഈ ചെളി കോരാൻ തുടങ്ങി. കൊട്ടയിൽ ചെളി കോരി അതിങ്ങനെ നീക്കം ചെയ്ത് ഒരു 10-17 ദിവസം എടുത്തു. ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഈ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. 17-ാമത്തെ ദിവസം തോന്നുന്നു ഞങ്ങൾക്ക് ഒരു തലയോട്ടി ഈ JCB കൊണ്ട് ഇങ്ങനെ കോരി എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കും. നമുക്കിങ്ങനെ കൃത്യമായി കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ കൊണ്ട് തരികയെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അത് ഈ ഐസിൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ അവസ്ഥയിൽ ആ അസ്ഥി തലയുടെ ആ ഒരു പോഷൻ നമുക്ക് ലഭിക്കുകയാണ്. അത് എന്നിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിട്ട് നമ്മളൊരു കൊട്ടയിൽ ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടി മുകളിലേക്ക് കൊണ്ടുവരുന്നൊരു സീനുണ്ട്. മുകളിൽ കൊണ്ടുവന്നിട്ട് അവിടെ കൂടിയിരുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണണം. നമ്മളൊരു ചാക്കൊക്കെ ഇട്ട് അവിടെ ഇത് വെച്ചു. പിന്നെ ഓരോ കോരിനും നമുക്ക് ഓരോ അസ്ഥികൂടങ്ങളിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കുറേ അസ്ഥികൂടങ്ങൾ നമ്മൾ ലഭിച്ചു. അപ്പം അന്ന് ഒരു ദിവസം കിട്ടുന്നത് നമ്മൾ അന്ന് ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അന്ന് നമ്മൾ ഇൻക്വസ്റ്റ് ഫസ്റ്റ് ഡേയുടെ ഇൻക്വസ്റ്റ് ഈ തലയോട്ടിയും കുറച്ച് പാർട്സും കിട്ടിയത്. അങ്ങനെ ഒരു 4 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്തു. ഈ ചെളി മുഴുവൻ വാരിയാലേ 2 ബോഡിയുടെ കിട്ടാനുണ്ടല്ലോ. അപ്പം മുഴുവൻ ഒരു 4 ദിവസം കൊണ്ട് ടോട്ടലൊരു 20-21 ദിവസം ഈ ഒരു ബോഡി റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ പിറ്റേ ദിവസം കുറേശ്ശെ അങ്ങനെ 4 ദിവസം 4 ഇൻക്വസ്റ്റാണ്. ഒരു ദിവസം നമ്മൾ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് കുറച്ച് ബോഡി പാർട്സ് കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അവസാനിപ്പിക്കും. ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ആ ഇൻക്വസ്റ്റ് ക്ലോസ് ചെയ്യും. അതൊരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ അത് ഇൻക്വസ്റ്റ് നടത്തും. അടുത്ത ദിവസം നമ്മൾ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അന്ന് ഇത് തിരച്ചിൽ നടത്തുമ്പോൾ കിട്ടുന്നത് അന്ന് ചെയ്യും. അങ്ങനെ ഈ 4 ദിവസം കൊണ്ട് നമുക്ക് 2 ബോഡിയുടെയും കുറേ പാർട്സുകൾ നമുക്ക് ലഭിച്ചു. പിന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം ഇത് അസ്ഥി മാത്രമല്ല പിന്നെ തലച്ചോറിൻ്റെ ഭാഗങ്ങളുണ്ട്. അത് ഒന്നും പറ്റാതില്ല നമുക്ക് കിട്ടിയത്. നല്ല ഫ്രോസണായിട്ടിരിക്കുകയല്ലേ. ഏതാ ഈ മഹാദേവൻ്റെ നമുക്ക് ആദ്യം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിലിങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ തലച്ചോറിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ JCB എങ്ങനെ അതിൻ്റെ മുകളിൽ തട്ടിയിരുന്നെങ്കിൽ അത് പൊടിഞ്ഞു പോയേനെ. ഇത്രയും വർഷം നിന്നിട്ടും അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു പത്രത്തിലോ അന്നത്തെ TV ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ കൊട്ടയിൽ നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന അതിപ്പോഴും അത് കാണാൻ പറ്റും. യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടും. അപ്പോൾ അത് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ആ പല്ല് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയ കുട്ടിയുടെ അസ്ഥി ആണ്.
പിന്നെ ചില അസ്ഥിയൊക്കെ കണ്ടിട്ട് ഇത് പ്രായമുള്ള ഒരാളുടെ സംഭവമാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ശാസ്ത്രീയമായ പരിശോധനയൊക്കെ നടത്തി. ഒന്ന് പ്രായമുള്ള ഒരാളുടെയും മറ്റൊന്ന് ഒരു കുട്ടിയുടെയും അസ്ഥിയാണെന്നുള്ള അത് പ്രൂവ് ചെയ്തു. അതിനുശേഷം 2000 ഏതാണ്ട് ഈ കൊറോണയുടെ തൊട്ട് മുമ്പുള്ള സമയം, ഈ കേസ് നമുക്ക് കിട്ടുന്നത് 2014 ഈ കേസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. 2014 ഈ കേസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ശാസ്ത്രീയമായ പരിശോധനയൊക്കെ കഴിഞ്ഞ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ് ഈ കേസ് വിചാരണയ്ക്കെടുത്ത് അതിൻ്റെ സമൻസൊക്കെ ആയി. ഒരു ദിവസം ഈ ഉണ്ണിയും ആത്മഹത്യ ചെയ്യുകയാണ്. ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണി ആത്മഹത്യ ചെയ്യുകയാണ്. പ്രമോദ് അതിന് മുമ്പേ മരിച്ചു. പ്രമോദ് മരിച്ചുപോയി, അതിന് മുമ്പ് മരിച്ചുപോയി. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന കൊനാരി സലീൻ്റെ തൊണ്ടല്ലോ, ബാലൻസ് ഉണ്ടായിരുന്ന ഉണ്ണി ഈ വിചാരണയ്ക്ക് നിൽക്കാതെ അയാളും ആത്മഹത്യ ചെയ്യായിരുന്നു. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1995 ഈ കുട്ടിയെ കാണാതെ വരുന്നു. ആ കുട്ടിയെ കൊല്ലുന്നത് 1.25 പവൻ്റെ ഒരു സ്വർണത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. ഈ കൊല്ലുന്നത് ശേഷം ആ ബോഡി ഇവിടെ കിടക്കുന്നത് അയാളുടെ സുഹൃത്ത് കാണുന്നു. ആ സുഹൃത്ത് ശരിക്കും ചെയ്യേണ്ടത് നിയമത്തിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അയാളത് ചെയ്തില്ല. അയാൾ അവരുടെ തന്നെ രണ്ടുപേരുടെയും പൊതു സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തി ഈ ബോഡി ആ കുറ്റത്തിൽ പങ്കാളിയായി ആ ബോഡി മറവ് ചെയ്യാൻ സഹായിക്കുകയായിരുന്നു. പക്ഷേ ആ ബോഡി അവർ മറവ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഈ കോനാരി സലി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നാളെ എന്നെയും ചാക്കിൽ കെട്ടി ഈ കുളത്തിൽ തന്നെ കൊണ്ട് താത്തുന്ന അയാളും ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ കുട്ടിയെ ഇട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ അതേ കുളത്തിൽ അവശേഷിക്കുന്ന 2 പേര് അയാളെയും കെട്ടി താഴ്ത്തി എന്നുള്ളതാണ് അതാണൊരു കാവ്യ നീതി. അതിനുശേഷം മറ്റവർക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞു? ഒരാൾക്കും ജീവിക്കാൻ കഴിഞ്ഞില്ല. പ്രമോദ് പാതി വഴിയിൽ മരണപ്പെട്ടു. ഈ ഉണ്ണി സ്വയം മദ്യപാനിയായി ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. പക്ഷേ അതുപോലെ തന്നെ ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിർഭാഗ്യവശാൽ ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു, ഈ കുട്ടിയുടെ അമ്മ മരിച്ചു. നമ്മൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ 19 വർഷത്തിന് ശേഷം ഈ കേസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഉള്ള ഭാഗ്യം ലഭിച്ചത് ആർക്കായിരുന്നു? ആ 3 സഹോദരിമാർക്ക് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. അവരുടെ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നും ഈ കുട്ടി തിരിച്ചു വന്നോ ഇല്ലയോ ഒന്നും അറിയില്ല. അവർ ഒരുപക്ഷെ മനസ്സ് നീറിയായിരിക്കും അവർ മരിച്ചിരിക്കുക. അപ്പോൾ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി ഒരു 1.25 പവൻ്റെ അന്നും അത്ര വലിയ വിലയൊന്നുമില്ല അല്ലേ? അന്ന് വലിയ വിലയൊന്നുമില്ല. ഇന്നിപ്പോൾ ആണെങ്കിൽ വലിയ വിലയാണ്. ആ ചെറിയ ഒരു സ്വർണത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ ഇല്ലാതാക്കിയ മൂലം എല്ലാവരുടെയും ജീവിതം, എല്ലാവരും വഴിയാധാരായെന്നുള്ളതാണ് ജീവിതം. അതിനുശേഷം ഒരിക്കലും പോലും ഇവർക്ക് സമാധാനത്തോടെ ഉറങ്ങാനോ ജീവിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ കുറ്റം മറക്കാൻ വേണ്ടി വീണ്ടും കുറ്റവാളി ആയൊരവസ്ഥ. ഈ പ്രമോദിൻ്റെ മരണം പോലീസിൽ പരാതിയോ കാര്യങ്ങളോ ഒന്നും അന്ന് ലഭിച്ചിരുന്നില്ല. അതൊരു സ്വാഭാവിക മരണം ആണെന്നുള്ളതാണ്. അതിനകത്ത് വല്ല ദുരൂഹത ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും പിന്നീട് നമുക്ക് അറിഞ്ഞില്ല. പ്രമോദൊക്കെ പിന്നീട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പ്രമോദും വിചാരണയ്ക്ക് മുമ്പേ തന്നെ മരണപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഏത് ക്രൈം ആര് ചെയ്താലും എത്ര കാലം കഴിഞ്ഞാലും അത് അന്വേഷണത്തിലൂടെ നിയമത്തിൻ്റെ മുന്നിൽ വരും എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് 19 വർഷത്തിന് ശേഷം ഈ കേസ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. എന്നെ സംബന്ധിച്ചുള്ളൊരു ഭാഗ്യം എന്താണ്? എനിക്കൊരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ ആദ്യം ഈ കേസിൻ്റെ ഒരാളെയല്ല, എന്നോട് നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചേരുകയും ഞങ്ങളത് പഠിക്കുകയും ചെയ്തെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒരു വലിയ അനുഭവമായിരുന്നു. ഈ 20 ദിവസം ഈ കേസിൻ്റെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതെല്ലാ
എല്ലാവർക്കും കിട്ടുന്നൊരു അനുഭവമല്ല. നമ്മൾ കണ്ടിന്യൂസ് മാസ്റ്റർ എഴുതി വരുന്നു കുറേ ദിവസങ്ങളായിട്ട്. ഇത് ഇൻക്വസ്റ്റ് 4 ദിവസം കണ്ടിന്യൂസ് ഇൻക്വസ്റ്റ്. പക്ഷേ അതിൻ്റെ ആവശ്യം ഒരിടത്തും വരാറുണ്ടാവില്ല. കുഴിച്ചിട്ടൊരു ബോഡിയാണ്, ആ ബോഡി എടുക്കാൻ 2-3 മണിക്കൂർ കൊണ്ട് ബോഡി എടുത്ത് നമ്മൾ ഇൻക്വസ്റ്റ് അവസാനിപ്പിക്കും. ഇത് 3-4 ദിവസം സെപ്പറേറ്റ് ഓഫീസർമാർ ഇൻക്വസ്റ്റ് ചെയ്യുന്നു. അതൊരു വലിയ കേരള പോലീസിൽ തന്നെ വലിയൊരു അപൂർവമായ അന്വേഷണ ഉദ്യോഗസ്ഥന് അനുഭവം തരുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ കേസിൽ ഞങ്ങൾക്കൊരു 6.5 ലക്ഷം രൂപയോളമാണ് ആ ഒരു കാലഘട്ടത്തിൽ ചിലവ് വന്നത്. അത് മുഴുവനും ഇവൻ്റെ സഹോദരിയുടെ ഭർത്താവ് അന്ന് ചിലവ് ചെയ്തു. അതിനുശേഷം പിന്നീടത് ഗവൺമെൻറ്റിലേക്ക് എഴുതി അയച്ച് ഞങ്ങൾ ആ പ്രൊസീജിയർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. ആ പൈസ കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് ഗവൺമെൻറ് തന്നെ തരാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. ഒരു ക്രൈമും ശാശ്വതമല്ല. അത് ഒരുപാട് കാലം നമുക്ക് ഒളിപ്പിച്ച് വെക്കാനും കഴിയില്ല. ഏത് ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഒരിക്കൽ ഇതെല്ലാം വെളിച്ചത്ത്, മറകളെല്ലാം നീക്കി വെളിച്ചത്ത് വരികയും ചെയ്യുന്നുള്ള ഒരു പാഠമാണ് ഈ ഒരു കേസ് നമ്മെ പഠിപ്പിക്കുന്നത്.